നമസ്കാരം. മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. നിലമ്പൂരിൽ ഒരു അമ്മായിയമ്മ സ്വന്തം മരുമകളെ അതിക്രൂരമായി വെട്ടിക്കൊലപ്പെടുത്തിയ വാർത്ത കഴിഞ്ഞ ഒരാഴ്ചയായിട്ട് അതിനെ ചൊല്ലി പലതരത്തിലുള്ള ചർച്ചകൾ നടക്കുന്നുണ്ട്. വീണ്ടും കുടുംബത്തിനുള്ളിലെ കലഹങ്ങളും അത് കൊലപാതകത്തിലേക്ക് അടക്കം നയിക്കുന്ന രീതിയിൽ അതിക്രൂരമായി ഇന്ന് വികൃതമാക്കപ്പെട്ടു എന്നുള്ള ഒരു യാഥാർത്ഥ്യം അത് കേരള ജനതയും ഏറെ ഞെട്ടലോടെയാണ് കേട്ടത്. ഇന്നും പല കുടുംബങ്ങളിലും പലതരത്തിലുള്ള പ്രശ്നങ്ങൾ ഉണ്ടാകാം. പക്ഷേ അതൊക്കെ തന്നെ ഇങ്ങനെ കൊലപാതകത്തിലേക്ക് നയിക്കുകയാണെങ്കിൽ കേരളം അതിഭീകരമായിട്ടുള്ള അവസ്ഥയിലേക്ക് പോകുമെന്നുള്ള കാര്യത്തിൽ സംശയമില്ല. ഈ ഒരു വിഷയത്തിലാണെങ്കിൽ തന്നെ അമ്മായിയമ്മയെ സപ്പോർട്ട് ചെയ്തുകൊണ്ട് ഒരു വിഭാഗം ആളുകൾ എത്തുന്നുണ്ട്. പക്ഷേ എന്തൊക്കെ പറഞ്ഞാലും കൊല്ലുന്നതാണോ അതിനൊരു പരിഹാരം എന്ന് ചോദിച്ചുകൊണ്ട് ഒരു വിഭാഗം ആളുകൾ എത്തുന്നുണ്ട്. ഏതായാലും ഞാൻ ഫേസ്ബുക്ക് പോസ്റ്റുകൾ വായിക്കുമ്പോൾ ഒരു ശ്രദ്ധയിൽപ്പെട്ടിട്ടുള്ള ഒരു ഫേസ്ബുക്ക് പോസ്റ്റാണ്. ആ പോസ്റ്റ് വളരെ വലിയൊരു പോസ്റ്റാണ്. ആ ഫേസ്ബുക്ക് പോസ്റ്റ് ഒന്ന് വായിക്കാം. അങ്ങനെ പെൺവിഭാഗത്തിന് കളങ്കം ചാർത്താൻ ഒരു ക്രൂരയായ അമ്മായിയമ്മ കൂടി പിറന്നു കേരളത്തിൽ. മലപ്പുറത്ത് ശാന്ത എന്നൊരു അമ്മായിയമ്മ തൻ്റെ 28-കാരി രജിത എന്ന മരുമകളെ വെട്ടിക്കൊന്നിരിക്കുന്നു. കാലങ്ങളായി ദുഷ്പേരിനെ പാത്രീഭവിച്ചുകൊണ്ടിരുന്ന സ്ത്രീകൾക്ക് വേണ്ടി ഒരു ഇരുട്ടടി കൂടി. ഈ സംഭവത്തിൽ മാധ്യമങ്ങളിൽ വന്ന വാർത്തയനുസരിച്ച് ഞാൻ മനസ്സിലാക്കിയത് അമ്മായിയമ്മയ്ക്ക് സ്വന്തമായി അടുക്കളയിൽ കയറി എന്തെങ്കിലും ഉണ്ടാക്കി കഴിക്കാനോ ചായ ഇടാനോ ഒന്നും അവകാശമുണ്ടായിരുന്നില്ല എന്നാണ്. ഇൻസുലിൻ എടുക്കുന്ന അമ്മായിയമ്മയ്ക്ക് അവർക്ക് ഇത്തിരി വെള്ളം കുടിക്കണമെന്ന് തോന്നുമ്പോൾ കുടിക്കാൻ കഴിയാതെ വന്നപ്പോൾ ശരീരം വിറയ്ക്കാൻ തുടങ്ങിയപ്പോൾ അവർ സ്വന്തമായി ചായ ഇടാൻ ഒരുങ്ങി. അത് കണ്ടുകൊണ്ട് അടുക്കളയിലേക്ക് കയറി വന്ന മരുമകൾക്ക് അത് ഇഷ്ടപ്പെടാതെ എടുത്തു കളഞ്ഞു. ആ ദേഷ്യവും കാലങ്ങളായി ഇതിന് സമാനമായി മനസ്സിൽ ഉരുണ്ടുകൂടിയിരുന്ന ദേഷ്യവും എല്ലാം ചേർന്നപ്പോൾ ഒരു നിമിഷം നിയന്ത്രണം വിട്ടു. അവരാ കടുങ്കൈ ചെയ്തു. തനിക്ക് തുണയാകേണ്ട മറ്റൊരു പെണ്ണിനെ അവർക്ക് കൊല്ലേണ്ടി വന്നു. വയസ്സാം കാലത്ത് അപമാനിതയായെങ്കിലും വീടിനേക്കാൾ മെച്ചമായതുകൊണ്ട് സന്തോഷത്തോടെ ജയിലഴിക്കുള്ളിലേക്ക് പോകേണ്ടി വന്നു. ഈ സംഭവത്തിൽ ആരാണ് കുറ്റക്കാർ? എല്ലാവരും അവരവരുടെ ബുദ്ധിക്കും അറിവിനും തക്ക രീതിയിൽ വിചാരണ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ചിലർ അമ്മായിയമ്മയെ കുറ്റം പറയുന്നു, ചിലർ മരുമകളെ കുറ്റം പറയുന്നു, ചിലർ പെൺവർഗത്തെ മൊത്തമായി കുറ്റം പറയുന്നു, മറ്റു ചിലർ ഞങ്ങളുടെ മതക്കാരല്ല എന്ന് കൈ കഴുകാൻ ശ്രമിക്കുന്നു. അങ്ങനെ ഒരു ആഘോഷം തന്നെ സമൂഹ മാധ്യമങ്ങളിലൂടെ നടക്കുന്നുണ്ട്. ഇതുപോലെയുള്ളതോ ആയ ലക്ഷക്കണക്കിന് സംഭവങ്ങൾ ഇതിനു മുമ്പും കേരളമോ ഇന്ത്യയോ കണ്ടതാണ്. ഇതൊരു പുത്തരിയൊന്നുമല്ല. ഈ സംഭവത്തെ ഒരു പ്രായമായ സ്ത്രീ എന്ന നിലയ്ക്ക്, കുറച്ച് ലോകം കണ്ടിട്ടുള്ള ആളെന്ന നിലയ്ക്ക്, വ്യവസ്ഥിതിയെക്കുറിച്ച് കുറച്ചൊക്കെ പഠിച്ചുകൊണ്ടിരിക്കുന്നതിൽ വെച്ച് അറിവായ സംഗതികളുടെ വെളിച്ചത്തിൽ ഒന്ന് അപഗ്രഥിക്കാം. ഒന്നും 100% പേരുടെയും കാര്യത്തിലല്ല എന്ന കാര്യം എപ്പോഴും എടുത്തു പറയേണ്ടതല്ലോ. നമുക്ക് എല്ലാവർക്കും ഓരോരോ ഇഷ്ടങ്ങളുണ്ട്. ആ ഇഷ്ടങ്ങൾ പ്രായം, സാഹചര്യം പോലുള്ള പല ഘടകങ്ങളെ ആസ്പദമായി ഉരുത്തിരിഞ്ഞു വന്നിട്ടുള്ളതാണ്. രാത്രി കുട്ടികളുടെ കാര്യത്തിലോ ഭർത്താവിനെ സന്തോഷിപ്പിക്കാനോ റീൽസ് തള്ളിയോ ആരോടെങ്കിലും ചാറ്റ് ചെയ്തോ എന്തെങ്കിലും വായിച്ചോ പഠിച്ചോ മറ്റു കാരണങ്ങളാലോ ഒക്കെ ഏറെ നേരം ഉറക്കം നഷ്ടപ്പെട്ട ഒരു ചെറുപ്പക്കാരിക്ക് ഒരു പക്ഷേ അതിരാവിലെ എഴുന്നേൽക്കുക അത്ര സുഖകരമായ ഒരു അനുഭവമായിരിക്കില്ല. എന്നാൽ മേൽ പറഞ്ഞവയ്ക്കൊന്നിനും അറിവോ കഴിവോ സാഹചര്യമോ ഇല്ലാത്ത, രോഗം ബാധിച്ച, നിരാശ ബാധിച്ച ഒരു വൃദ്ധയായ സ്ത്രീക്ക് ഉറക്കമേ കാണില്ല. അവർക്ക് എത്തരത്തിലെങ്കിലും നേരം ഒന്ന് വെളുത്ത് കിട്ടിയിരുന്നെങ്കിൽ മതി എന്നായിരിക്കും ചിന്ത. ഇവർ രണ്ടുപേരും അവരവരുടെ സ്ഥാനത്ത് ശരിയാണ്. അവരവരുടെ പ്രായമനുസരിച്ചും ടേസ്റ്റുകൾ അനുസരിച്ചും ഒക്കെ അവരവരുടെ പ്രവൃത്തികളിൽ വ്യത്യാസം വരുന്നത് സാധിച്ചു കിട്ടാൻ ആഗ്രഹിക്കുന്നതും തികച്ചും സ്വാഭാവികമാണ്. അപ്പോൾ പിന്നെ ആരാണ് എന്താണ് കുറ്റവാളി? പുരുഷ നിർമ്മിത വ്യവസ്ഥിതി. അവരവരുടെ ഇഷ്ടമനുസരിച്ച് മനുഷ്യരെ മറ്റു ജീവികളെ പോലെ ജീവിക്കാൻ വിടാത്ത വ്യവസ്ഥിതി. പ്രകൃതിയുടെ ഭാഗമായിട്ടും പ്രകൃതിയുമായി മനുഷ്യരെ കണക്ട് ചെയ്യാൻ സ്വാർത്ഥത മൂലം സമ്മതിക്കാത്ത വ്യവസ്ഥിതി. ഇനി മറ്റൊരു കാര്യം പരിഗണിക്കാം. അടുക്കള കാര്യം. 10-30 വർഷം മുമ്പ് മറ്റൊരു സ്ത്രീയിൽ നിന്ന് അടുക്കള തട്ടിയെടുക്കാൻ നിർബന്ധിതയാക്കപ്പെട്ടവളാണ് ഇന്നത്തെ അമ്മായിയമ്മയായ സ്ത്രീ. അവരുടെ ഇഷ്ടത്തിനായിരുന്നില്ലത്, പുരുഷാധിപത്യ വ്യവസ്ഥിതിക്ക് വേണ്ടി. അന്ന് അവയ്ക്ക് ചിന്തിക്കാൻ കഴിഞ്ഞിരുന്നില്ല പുരുഷാധിപത്യ വ്യവസ്ഥയുടെ ചങ്ങലയിലെ ഒരു കണ്ണി മാത്രമാണ് താനെന്ന്. തൻ്റെ മകൻ വിവാഹം കഴിക്കുമ്പോൾ തന്നിൽ നിന്നും അത് തട്ടിയെടുക്കപ്പെടുമെന്ന്, തനിക്ക് പ്രായമാകുമെന്ന്, താൻ കഷ്ടപ്പെട്ട് വളർത്തുന്ന മക്കൾക്ക് തന്നെ സംരക്ഷിക്കാൻ ആഗ്രഹമുണ്ടായാലും അവസരം സിസ്റ്റം തരുന്നില്ലെന്നും, തനിക്ക് വയ്യാതാകുമ്പോൾ പ്രായമാകുമ്പോൾ താനാകുന്ന കാലത്ത് സഹായിച്ചവരിൽ നിന്നാണ് തിരിച്ച് സഹായം കിട്ടാനുള്ള ന്യായമായ അവകാശമെന്നിരിക്കെ അത് പുരുഷാധിപത്യ സിസ്റ്റത്തിൻ്റെ രീതിയല്ലെന്ന്, തൻ്റെ സേവനം കിട്ടിയ മക്കൾക്കോ ഭർത്താവിനോ തന്നോടുള്ള കടമ നിർവഹിക്കേണ്ടത് നിർബന്ധമല്ലെന്ന്, നിർബന്ധമാകുന്നത് അറിയപ്പെടാത്ത എവിടെയോ കിടക്കുന്ന നിരപരാധിയായ ഒരു പെൺകുട്ടിക്കാണെന്ന്.
അടുക്കളയിൽ പുരുഷനെ കാണുന്നത് തന്നെ ഒരു അറപ്പോടെ കാണുന്ന സമൂഹം. ഭർത്താവിനും മകനും ഊളിയിടാൻ അവസരം കൊടുക്കുന്നത് കൊണ്ട് അവരിൽ നിന്നുള്ള പ്രതീക്ഷ വേണ്ട. അടുത്തതായി മകളുണ്ടെന്ന് വെക്കുക. അവൾ മറ്റെവിടെയോ ഉള്ള ഒരു പുരുഷന്റെ ജീവിതത്തിലെ വസന്തങ്ങൾ കാശ് കൊടുക്കാതെ വിരിയിക്കാനായി ഇവിടെ നിന്നും അന്യവൽക്കരിക്കപ്പെട്ട് കഴിഞ്ഞു. അമ്മയെ സഹായിക്കാൻ പോയിട്ട് ഒന്ന് കയറി വരണമെങ്കിൽ പോലും ആ മരുമകന്റെ അനുവാദം വേണം. അവളുടെ അവിടുത്തെ ഉത്തരവാദിത്തങ്ങൾ അവളെ ഇതിന് സമ്മതിക്കുകയില്ല. പിന്നെ എന്ത് ചെയ്യും? ഇനിയാണ് മരുമകളുടെ റോൾ. എല്ലാവരും പറയും മരുമകൾ ഭർത്താവിൻ്റെ അമ്മയെ സ്വന്തം അമ്മയായി കാണണമെന്ന്. അതെങ്ങനെ സാധിക്കും? അവൾക്കറിയില്ലേ അവളുടെ അമ്മ ഇന്ന ആളാണെന്ന്. പിന്നെ സങ്കല്പത്തിൻ്റെ ബലം മാത്രമല്ലേ ഉള്ളൂ. സങ്കല്പവും വിശ്വാസവും ഒക്കെ പളുങ്ക് മാത്രം പോലെ എപ്പോൾ വേണമെങ്കിലും പൊട്ടാവുന്നതേ ഉള്ളൂ. അങ്ങനെ കഴിയുമായിരുന്നുവെങ്കിൽ ലോകത്തുള്ള സ്ത്രീകളെയെല്ലാം സ്വന്തം അമ്മായിമ്മയായി കാണാൻ കഴിയണം. അതെത്ര പേർക്ക് കഴിയും? അതൊക്കെ സ്ത്രീവിരുദ്ധ സിസ്റ്റത്തെ സംരക്ഷിക്കാൻ പുരുഷൻ ഉപയോഗിക്കുന്ന ഭംഗി വർത്തമാനം മാത്രമാണ്. എല്ലാ പൊരുത്തങ്ങളും ഒത്തുവരുന്നവരാണെങ്കിൽ മാത്രമേ രണ്ട് അന്യ വ്യക്തികൾ ഒത്തുപോകാനൊക്കൂ. അതിനുള്ള സാധ്യത വിരളമാണ്. കാരണം കൂട്ടിമുട്ടുമ്പോൾ ശബ്ദമുണ്ടാകാനും ഒത്തു താമസിക്കുമ്പോൾ ആശയ സംഘടനം ഉണ്ടാകാനും സേവിക്കേണ്ടി വരുമ്പോൾ ദേഷ്യമുണ്ടാകാനും സേവിക്കപ്പെടുമ്പോൾ അധികാരഭാവം ഉണ്ടാകാനും ഒക്കെയുള്ള സാധ്യത മനുഷ്യ സഹജമാണ്. ഇത് സ്ത്രീകളുടെ കുറ്റമല്ല. പുരുഷൻ ഭാര്യ വീട്ടിൽ ചെന്ന് ഇതേ ഉത്തരവാദിത്തങ്ങളും ജോലികളും ചെയ്യേണ്ടി വന്നാലും ഇതുണ്ടാകും. ഭാര്യയിൽ നിക്ഷിപ്തമായിരിക്കുന്ന ഉത്തരവാദിത്തങ്ങളും കടമകളും ജോലികളും ഏറ്റെടുത്ത് ഒരു ദിവസത്തേക്ക് പോലും ഭാര്യ വീട്ടിലേക്ക് പോകാൻ പുരുഷൻ തയ്യാറാകില്ല. സംശയമുണ്ടെങ്കിൽ ഒന്ന് ചോദിച്ചു നോക്കുക. ഇനി അടുത്ത ചോദ്യം വരുന്നു, ഈ അമ്മായിയമ്മമാരെന്തിനാ നിരാശപ്പെടുന്നതെന്ന്. തന്നെ ആര് സഹായിക്കും സംരക്ഷിക്കുമെന്ന ആദ്യം ഉണ്ടാകും. ആര് തൻ്റെ സംസാരത്തിന് ചെവി തരുമെന്ന സംശയമുണ്ടാകും. കാണുന്ന ചില ലക്ഷണങ്ങൾ വെച്ച് ഇനിയുള്ള തൻ്റെ ജീവിതം എന്താകുമെന്ന് ഭയമുണ്ടാകും. അപ്പോൾ തീർച്ചയായും അവരുടെ നിരാശ മനോവേദന എല്ലാം കാരണമുള്ളതാണ്. ആ പ്രായമാകുമ്പോഴേക്കും അവർക്ക് അവരുടെ ജീവിതത്തിൻ്റെ ഏതാണ്ട് ഒരു പടം വ്യക്തമാകും. ഒരു വിവാഹം, കുടുംബം, ജീവിതം എല്ലാം എന്തായിരുന്നു, താൻ എത്രമാത്രം വഞ്ചിക്കപ്പെടുകയായിരുന്നു, തനിക്ക് എന്ത് പ്രതീക്ഷയ്ക്ക് വകയുണ്ട്, തന്നോട് ആർക്ക് നന്ദിയുണ്ട് എന്നെല്ലാം മനസ്സിലായി തുടങ്ങും. എല്ലാം കൂടി അവരിൽ ഉരുണ്ടുകൂടി അഗ്നിപർവ്വതം പോലെ ആകുമ്പോൾ നിരാശപ്പെടാനല്ലാതെ എന്തിനു കഴിയും? അപ്പോൾ സ്ത്രീ കുറ്റവാളിയായിട്ടാണോ ഈ ദുഷ്പേരൊക്കെ കേൾക്കേണ്ടതായും സഹിക്കേണ്ടതായും വരുന്നത്? ഈ സാഹചര്യങ്ങളിലൂടെയൊക്കെ സ്ത്രീകളെ കടത്തിവിടുന്ന പുരുഷ നിർമ്മിത വ്യവസ്ഥിതിയാണ് കുറ്റക്കാരെന്ന് മാത്രമേ എനിക്ക് കാണാൻ കഴിയുന്നുള്ളൂ. പുരുഷൻ വളരെ സേഫ് സോണിൽ ഒരു കുറ്റവും ഇല്ലാതെ നിൽക്കുന്നുണ്ടെങ്കിലും ഇതിൻ്റെ എല്ലാം പിൻഗാമിയും ഗുണഭോക്താവുമാണ്. ഭാര്യയിൽ നിന്നും അമ്മയിൽ നിന്നും മക്കളിൽ നിന്നും കിട്ടേണ്ടതെല്ലാം നല്ല പിള്ളയായി നിന്ന് അനുഭവിക്കാം. പൂർവികർ തന്ത്രപൂർവ്വം ചെയ്തു വെച്ചതിൻ്റെ എല്ലാം സുഖം അനുഭവിക്കാം, സുഖിക്കാം. സ്ത്രീ ജന്മങ്ങളെ നെരിപ്പോടിൽ ഉരുക്കിക്കൊണ്ടിരിക്കുന്ന വ്യവസ്ഥിതിയുടെ ഈ ചതി മനസ്സിലാക്കാതെ അവൾ വീണ്ടും വീണ്ടും തലമുറകളുടെ ഈയാമ്പാറ്റകളെ പോലെ പുരുഷന് വേണ്ടി നിർമ്മിച്ച അല്ലെങ്കിൽ വിവാഹ കുടുംബ സിസ്റ്റത്തിലേക്ക് വീണുകൊണ്ടിരിക്കും. അങ്ങനെ വീഴുന്ന ശാന്തയെ പോലെയോ രചിതയെ പോലെയുള്ള ഓരോ പെണ്ണും കിടന്ന് കഷ്ടപ്പെടുകയാണ്, അപമാനിക്കപ്പെടുകയാണ്, ശിക്ഷിക്കപ്പെടുകയാണ്. ഇതിനൊക്കെ മാറ്റം വരണമെങ്കിൽ കള്ളത്തരം കളഞ്ഞിട്ട് മനുഷ്യരെ പ്രകൃതിയുമായി കണക്ട് ചെയ്യൂ സർക്കാരെ എന്ന് പറഞ്ഞുകൊണ്ടാണ് പോസ്റ്റ് പങ്കുവച്ചിരിക്കുന്നത്. ഏതായാലും ഇതിലെ ചില വരികളൊക്കെ വളരെ ഇൻസ്പയറിംഗ് ആയിട്ടുള്ള വരികളാണ്. ഇതൊക്കെ സ്വീകരിക്കേണ്ടവർക്ക് സ്വീകരിക്കാം, അല്ലാത്തവർക്ക് ഇതിനെയൊക്കെ മറിച്ച് ഒരു അഭിപ്രായം തീർച്ചയായിട്ടും കാണും. ഏതായാലും ഈ നടന്നിട്ടുള്ള സംഭവങ്ങളുടെയൊക്കെ തന്നെ പശ്ചാത്തലത്തിൽ ഇത്തരത്തിൽ ഇനി ഒരു കുടുംബങ്ങളിലും ഇങ്ങനെ സംഭവിക്കരുത് എന്ന് മാത്രമാണ് പറയാനുള്ളത്.